ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, അന്നം അതൊരനുഗ്രഹമാണ്. അതില്ലാതെ പോകുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്, രുചി തിരിച്ചറിയുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിൽ മനുഷ്യനെന്നും ആഗ്രഹിക്കുന്നത് അന്നു വേണ്ടുന്ന ആഹാരം തന്നെയാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ജനത്തെയും അവർക്ക് പകർന്നു കൊടുക്കുന്ന പുതിയ തിരിച്ചറിവിനെയും വചനമൊന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. വെറുതെ അപ്പം ആഗ്രഹിക്കുന്ന മനുഷ്യരാവുകയല്ല, അതിനേക്കാൾ ഉപരി അപ്പമായി മാറുന്നവനെ അന്വേഷിക്കുന്ന മനുഷ്യരാവുക എന്നുള്ളതാണ്. അന്നം മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അന്നം തരുന്നവരെ കൂടി സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിക്കേണ്ടതല്ലേ. ദുരന്തഭൂമിയിലെ മനുഷ്യൻ്റെ വിലാപങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ എത്തപ്പെടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയ എന്തുമാത്രം മനുഷ്യരുടെ ദീനരോധനങ്ങൾ, അവരുടെ സങ്കടങ്ങളൊക്കെ നമ്മളെയും വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത നിസ്സഹായാവസ്ഥകളുണ്ട്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും കൈമറന്ന് സഹായിക്കുകയും ചെയ്യുന്ന കരുണയുടെ കരഹസ്തങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. ആഹാരത്തിന് ആഹാരവും വസ്ത്രത്തിന് വസ്ത്രവുമായിട്ടൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, അവരുടെ മനസ്സിനേറ്റ മുറിവുകളും സങ്കടങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് മായ്ക്കാനും തീർക്കാനും സാധിക്കുക. ഇനി പ്രാർത്ഥന മാത്രം, ഒപ്പം അവരെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരുണാകടാക്ഷവും. എന്നാൽ പോലും തീരാത്ത മുറിവ് പോലെ കൺമുമ്പിൽ നിന്നിങ്ങനെ അടർന്നു പോയ മനുഷ്യരെക്കുറിച്ചും ഇനി ഒരിക്കലും തിരികെ കിട്ടുകയില്ല എന്നുള്ള ബന്ധങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ജീവിത സൗഭാഗ്യങ്ങളെക്കുറിച്ചും എന്നും ഒരു മുറിവുകളായി അത് ഹൃദയത്തിൽ കിടക്കുന്നുണ്ടാവാം. ശക്തനായ ദൈവം തന്നെ അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരാവാൻ നമുക്കും. അത് വെറും സ്വാർത്ഥത കൊണ്ടാവാതിരിക്കട്ടെ. ക്രിസ്തു ആ മനുഷ്യൻ്റെ ആഗ്രഹത്തെ ഒന്ന് തിരുത്തുന്നുണ്ട്. അപ്പം തിന്ന് സംതൃപ്തരായതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടത് ഈ അപ്പം തന്നെ അനുഗ്രഹിച്ച ദൈവത്തെയാണ്. അപ്പമായി മാറുവാൻ ഇനി ദിവസങ്ങളെ ഉണ്ടാവുന്നുള്ളൂ. മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുവാൻ ദൈവം ഭൂമിക്ക് നൽകിയ ദാനമാണ് ക്രിസ്തു. ദൈവത്തെ യഥാർത്ഥ സ്നേഹമായി, കരുണയായി, കരുതലായി ലോകത്തിന് വെളിപ്പെടുത്തിയവനാണ് ക്രിസ്തു. അതുകൊണ്ട് ദൈവം ഇനി അകന്നു നിൽക്കുന്ന ഒന്നല്ല, അടുത്ത് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ രൂപമാണ്, കാരുണ്യത്തിൻ്റെ കരുതലാണ്, കടാക്ഷമാണ്. അതുതന്നെയാണ് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചതുപോലും. ഇനി നമ്മൾ പകരേണ്ടതും ജീവിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമൊക്കെ ഈ സാന്നിധ്യമാണ്. ഒരു ചെറിയ ഗോതമ്പപ്പത്തിൽ പലപ്പോഴും സംശയത്തോടെ വീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, ഇതിൽ ക്രിസ്തു ഉണ്ടോ, ക്രിസ്തു സാന്നിധ്യമുണ്ടോ എന്ന്. എന്നാൽ അവൻ തന്നെ അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മുറിച്ചു തരുന്ന അപ്പം അവൻ്റെ ശരീരമാണ്. അത് വിശ്വാസത്തോടെ കാണാൻ പഠിക്കുമ്പോഴും വിശുദ്ധിയോടെ സ്വീകരിക്കാൻ പഠിക്കുമ്പോഴും വിനയത്തോടെ ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോഴുമൊക്കെ ആ ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക് നാമും പങ്കുചേരുകയാണ്. അന്നം ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അനുഗ്രഹത്തിൽ, ആ സ്രോതസ്സിൽ നമ്മളും പങ്കുചേരുകയല്ലേ. ഇതാ ഞാനാകുന്നു ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ലോകത്തിൽ നടന്നു പോകുവാനും കടന്നു പോകുവാനും സാധ്യതയുള്ള മനുഷ്യരാണ്. പക്ഷെ കരുണ നഷ്ടപ്പെടാതെ, കൃപ നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ എന്നും ഒരു സൂക്ഷ്മത വേണം, എന്നും അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം വേണം. അതുതന്നെയാണ് ക്രിസ്തുവും നമ്മളോട് പറയുവാൻ ആഗ്രഹിച്ചത്. നിത്യജീവൻ്റെ പോഷണമായ ദിവ്യമന്ന, ദിവ്യകാരുണ്യം, ദിവ്യാനുഗ്രഹം നമ്മൾ നകലം പ്രാപിക്കാതിരിക്കട്ടെ. പങ്കുചേരുന്ന ബലിയിലും കുമ്പിട്ടാരാധിക്കുന്ന ദിവ്യകാരുണ്യ സവിധത്തിലും പ്രാർത്ഥനാ മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴുമൊക്കെ നമ്മൾ നിക്ഷേപിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് ചെറുതല്ല എന്നോർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുന്നൊരവസ്ഥയാവാതിരിക്കട്ടെ. എല്ലാ അവസ്ഥകളിലും അനുഗ്രഹമായി നമുക്ക് അത്താണിയായി മാറുന്നവൻ്റെ സാന്നിധ്യം തുണയാവട്ടെ, ശക്തിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ ഹൃദയം മാത്രമല്ല, ജീവിതം മുഴുവനും നിറയപ്പെടണം. ഇനി നമ്മുടെ ഉദരം മാത്രമല്ല, ജീവിതത്തിൽ എല്ലാം ഉദാത്തമായ അനുഗ്രഹത്തിന് കാരണമായി തീരുകയും വേണം. അതിന് ക്രിസ്തു മാത്രമേ കാരണമാകുന്നുള്ളൂ. അവനെ ഭക്ഷിക്കാമെന്ന് വെച്ചാൽ ആ ജീവിതത്തിലേക്ക് ചേർന്ന് പോകാം, ആ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കാം. ആ ജീവിതം തന്നെയായി നമ്മുടെ ജീവിതവും രൂപപ്പെടട്ടെ. അങ്ങനെ ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തു എന്നിലായിരിക്കുമ്പോൾ, ക്രിസ്തു എൻ്റേതായി തീരപ്പെടുമ്പോൾ ഞാനും ജീവൻ്റെ ഭാഗമാകുന്നു, അനുഗ്രഹത്തിൻ്റെ ഭാഗമാകുന്നു, നിത്യജീവൻ്റെ സ്രോതസ്സായി രൂപപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഞാനാകുന്നു ജീവനെന്ന് പറയുന്ന ക്രിസ്തു
ആ ജീവനിലേക്ക് നമ്മളെയും പങ്കുചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദുരന്തഭൂമിയിലെ വേദനിക്കുന്ന എല്ലാ മക്കളോടും ഹൃദയപൂർവ്വം പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. അവർക്ക് വേണ്ടി കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശക്തി കിട്ടട്ടെ, ബലം കിട്ടട്ടെ, അനുഗ്രഹം കിട്ടട്ടെ എന്ന്. ആമീൻ.